ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഈസ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന കുറച്ച് അബദ്ധങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആക്ച്വലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓരോ സ്ട്രാറ്റജിയും പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ചില ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റിനെ ആധാരമാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങളെ കയ്യിൽ ഉള്ള ക്യാഷ് അങ്ങോട്ട് നിക്ഷേപിക്കുക എന്നതിന് ഉപരിയായിട്ട് അതിനൊന്ന് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നിക്ഷേപിക്കാൻ പറ്റുമെന്നും അത് തന്നെ എത്രമാത്രം നമുക്കതിനെ വെയിറ്റ് ചെയ്യണമെന്നും ഏത് സമയത്ത് നമ്മൾ അതിൽ നിന്നും എക്സിറ്റ് ചെയ്യണമെന്നും ചില സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ കാരണം നമ്മളെ വീഡിയോ കണ്ട ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹത്തിന് കുറേ ഡൗട്ടുണ്ട്. സോ ആ ഡൗട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മാത്രം അഡ്രസ്സ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന അത് ഉപകാരപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടണമെന്നൊരു സതുദ്ദേശമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകളും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരു വീഡിയോ കണ്ടാൽ അല്ലെങ്കിൽ ആ ഒരു പ്രസൻറ്റേഷൻ കണ്ടാൽ നിങ്ങൾ ഒരു പരിധിയിലപ്പുറം ആ വ്യക്തിയിൽ വിശ്വാസം അർപ്പിക്കുകയും അത് 100% പെർഫെക്റ്റായി വരുമെന്ന് നിങ്ങൾ തന്നെ സ്വയം സർട്ടിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ആസ് ഇറ്റ് ഈസ് നിങ്ങളൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവ രീതി പല ആളുകൾക്കുമുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആര് തന്നെ നിങ്ങൾക്ക് എന്ത് റെക്കമെൻഡേഷൻ കൊടുത്താലും നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് ഒരു പരിധിയിലപ്പുറം ഒരു വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കണ്ടുകൊണ്ടോ നിങ്ങൾ നിക്ഷേപം നടത്തരുത്. പലപ്പോഴും നിങ്ങൾ അറിയാതെ ചെയ്യുന്ന പല തെറ്റുകളിൽ ഒന്നാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ സമീപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം അഡ്രസ്സ് ചെയ്യാനും നിങ്ങൾക്കതിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരികയും ചെയ്യും. അതുപോലെ തന്നെ ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾക്കൊരു അഡ്വക്കേറ്റിനെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനും അതിൽ നിന്ന് മോചനം നേടാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതി വേണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാവേണ്ട മറ്റൊരു വ്യക്തിയാണ് ഒരു ഫിനാൻഷ്യൽ മെൻറ്റർ എന്ന് പറയും. ഒരു സാമ്പത്തിക ജ്ഞാനമുള്ള ഒരാളുടെ സേവനം നിങ്ങൾ നേടുക എന്നത്. ഞാൻ ഈ പറഞ്ഞ മൂന്നാമത് പറയുന്ന കക്ഷി, ഒരു ഫിനാൻഷ്യൽ മെൻറ്റർ എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെ ഇൻസൈറ്റുള്ള ആളുകൾ നമ്മളുടെ മാർക്കറ്റിൽ വളരെ 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 കമ്മിയാണ്. ഒരു പക്ഷേ തിരഞ്ഞാൽ കിട്ടാവുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അഥവാ പല ആളുകളും നിങ്ങൾക്ക് അഡ്വൈസ് തന്നാൽ പോലും അത് വിജയിച്ച് കാണിക്കാനുള്ള തോത് വളരെ കുറവാണ്. എന്നാൽ പോലും നമുക്കൊരു ഫിനാൻഷ്യൽ മെൻറ്ററെ കൂടെ നിർത്തുക എന്നുള്ളത് അതിലെ ഏറ്റവും നല്ലൊരു ഉചിതമായ തീരുമാനമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊരു നിക്ഷേപം നടത്തുമ്പോൾ എന്തിനാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നത് എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഗോള്, അതുപോലെ ഒരു ബാലൻസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റൊന്ന് ഒരു കോസ്റ്റ് അനാലിസിസ്, അതുപോലെ ഡിസിപ്ലിൻ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്താണ് ഗോൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ്. നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഈ സ്ട്രാറ്റജികളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ ബാലൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എത്ര ഭാഗമാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നത്, അതുപോലെ തന്നെ എന്ത് സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നത്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്. മറ്റൊന്നാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് നിങ്ങൾ മിനിമൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എങ്ങനെയാണ്? ഓരോ നിക്ഷേപം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ അതിൽ നിക്ഷേപത്തിൽ തിരഞ്ഞെടുക്കുന്ന എമൗണ്ട് എന്ത് ക്രൈറ്റീരിയ അടിസ്ഥാനമാക്കി എന്നാണ് ആദ്യമേ ചോദിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് പല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കൂടിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കൂടിയ ലാഭം എടുക്കുക എന്ന തിയറിയേക്കാൾ ഏറ്റവും നല്ലത് കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി
കൂടിയ ലാഭം എടുക്കുക എന്നുള്ളതാണ്. കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ അപകട മേഖല തരണം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഏൽക്കുന്ന ക്ഷതം, ഫിനാൻഷ്യൽ ഡാമേജ് നമുക്ക് കുറക്കാൻ പറ്റും. അതുകൊണ്ടാണ് മിനിമം കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അറിയുന്ന പല ആളുകളും, അറിയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള ആളുകൾ, അപ്പോൾ അവർ പക്ഷേ ഞാൻ കാണാത്ത ആളുകൾ, പലപ്പോഴും അവർ ചെയ്യുന്ന ഒരു വലിയ തെറ്റ് എന്ന് പറയുന്നത് ലക്ഷങ്ങളായിരിക്കും അവർ നിക്ഷേപം നടത്തുന്നത്. ഞാൻ ഇത്ര ലക്ഷം രൂപ നടത്തിയിട്ടുണ്ട്, ഇത്ര ലാഭമുണ്ട് എന്ന് പറയും. പിന്നെ നമ്മൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോഴാണ് എത്ര ലക്ഷം നടത്തിയെന്നും എത്ര വർഷം അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ശേഷമാണ് എന്നെ സമീപിച്ചത് എന്നും, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ലാഭം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ലാഭവും അദ്ദേഹം നിക്ഷേപം നടത്തിയ വർഷവും നമ്മൾ കണക്ക് കൂട്ടി അതിനെ കോസ്റ്റ് അനാലിസിസ് നടത്തി സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് 50-60% നിങ്ങൾ കാണുന്ന ലാഭം അത് നിങ്ങളുടെ പോക്കറ്റിലേക്ക് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ പലപ്പോഴും കോസ്റ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്രിസിയേഷൻ പോലെ തന്നെ മറ്റൊരു വശത്ത് ഡിപ്രിസിയേഷനും കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് നിങ്ങളുടെ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ഒരു വശത്ത് നമ്മൾ അപ്രിസിയേഷൻ മാത്രം സംസാരിക്കുമ്പോൾ നിങ്ങൾ കാണാതെ ഇൻവിസിബിളായിട്ട് സംഭവിക്കുന്ന മറ്റൊന്നാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ ഡിപ്രിസിയേഷൻ വൺ സൈഡ് ആൻഡ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ മറ്റൊരു സൈഡ് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡിപ്രിസിയേഷൻ വാല്യൂ കൗണ്ട് ചെയ്യണം. എന്നിട്ട് ആ ഡിപ്രിസിയേഷൻ വാല്യൂവിനെ മറ്റൊരു ഭാഗത്ത് എഴുതി വെച്ച ശേഷമാണ് നമ്മൾ അപ്രിസിയേഷന് എടുക്കുന്നത്. പലപ്പോഴും അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഓരോ സെക്ടറിൻ്റെ പെർഫോമൻസ് വെച്ചുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രോഫിറ്റ് മാർജിനെ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ അപ്രിസിയേഷൻ ഡിപ്രിസിയേഷനും കണക്ക് കൂട്ടുന്നത്. പലപ്പോഴും ഇന്ത്യയിലെ പല സെക്ടറുകളും പലപ്പോഴും ഒന്നിച്ച് പെർഫോം ചെയ്യാത്തൊരവസ്ഥയിൽ നിങ്ങൾ ഏത് സെക്ടറിൽ നിക്ഷേപിച്ചു, ആ സെക്ടറിൻ്റെ ഒരു ഗ്രോത്ത് റേഷ്യോ എത്രയാണ്, നിങ്ങൾക്ക് ലഭിച്ച പ്രോഫിറ്റ് എത്രയാണ്, ഇതെല്ലാം കണക്ക് കൂട്ടിയ ശേഷമാണ് നിങ്ങളുടെ നിക്ഷേപം നന്നായിരുന്നോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ നിക്ഷേപം നടത്തിയ മേഖലയിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടായിരിക്കാം, പക്ഷേ അതേ അവസരത്തിൽ ഈ നിക്ഷേപം മറ്റൊരു മേഖലയിൽ നിങ്ങൾ നടത്തിയിരുന്നു എങ്കിൽ ഇതിലേറെ നല്ലൊരു ലാഭം നിങ്ങൾക്ക് അവിടെ കിട്ടുമായിരുന്നു എങ്കിൽ അതുകൂടി അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് ഒരു വലിയ ഘടകം ആണ് എന്നും കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നത് അതിൽ പ്രധാന ഘടകമാണ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ മെയിൻറ്റെയിൻ പെർസ്പെക്റ്റീവ് ആൻഡ് ലോങ് ടേം ഡിസിപ്ലിൻ. പല ആളുകൾക്കും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു ധാരണ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മ്യൂച്വൽ ഫണ്ട് പോലുള്ള മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് വളരെ ലോങ് ടേം നിക്ഷേപമാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും ഈ ലോങ് ടേം എന്ന് പറയുന്നത് എത്രയാണ് എന്ന് പോലും പല ആളുകൾക്കും അറിയില്ല. ലോങ് ടേം ഈസ് നോട്ട് ഫോർ അവർ. ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ ആ നിക്ഷേപത്തിൽ നിന്നും തിരിച്ചിറങ്ങണം എന്നതാണ് ഞാൻ പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു നിക്ഷേപകനെ എങ്ങനെ കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു ബി എ ഫാർമർ. ഒരു കർഷകൻ എങ്ങനെ കൃഷി ചെയ്യുന്നു എന്നും ആ കർഷകൻ എങ്ങനെയാണ് കൃഷിയിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നും നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനൊരു കാലമുണ്ട്, ഒരു സമയമുണ്ട്, അതിന് പരിചരണമുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈവൻ കൃഷി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പിന്നെ ഒരു സമയമെത്തുമ്പോൾ ആ കർഷകൻ ആ കൃഷിയെ കൊയ്തെടുത്ത് അതിൽ നിന്നും ലാഭമോ ധാന്യമോ നേടി തൻ്റെ ജീവിതത്തിനോ അല്ലെങ്കിൽ വ്യവഹാരത്തിനോ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒരു കർഷകൻ്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. എന്നതുപോലെയാണ് ഇൻവെസ്റ്റർക്കും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി. നിങ്ങൾ സമയമറിയാതെ നിക്ഷേപം നടത്താതിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന മേഖലകളിൽ കൂടുതൽ നിക്ഷേപം നടത്തുക. കൂടുതൽ നിക്ഷേപം നടത്തുക എന്ന് പറയുമ്പോൾ ക്യാഷ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നല്ല, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ നിക്ഷേപം തിരഞ്ഞെടുക്കുക. മറ്റൊന്ന്, നിങ്ങൾ നിക്ഷേപം നടത്തുന്ന മേഖലയെക്കുറിച്ച് ഒരു ആവറേജ് നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ഓട്ടോ സെക്ടറിലാണെങ്കിൽ ഓട്ടോ സെക്ടർ എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് ഒരു ആവറേജ് ഇൻഫോർമേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം.
ഇത്തരം കാര്യങ്ങൾ ഒന്നുമില്ലാതെ ആരോ എന്തോ പറഞ്ഞു എന്ന് കേട്ട് നിങ്ങൾ നിക്ഷേപം നടത്തി, പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആരും സമയത്ത് പറഞ്ഞു തരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്നും വഴി മാറി സഞ്ചരിക്കാതെ അവിടെ തന്നെ നിൽക്കുകയും നിങ്ങളുടെ ലാഭം, ഒരു പക്ഷേ നിങ്ങളുടെ ലാഭം വന്നിട്ടുണ്ടാവാം, പക്ഷെ ശ്രദ്ധിക്കാതെ ആ ലാഭം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം. കാരണം മാർക്കറ്റ് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിലേക്ക് ലാഭം വന്നൊരു സമയവും വന്ന പ്രോഫിറ്റ് തിരിച്ചറിങ്ങിയ സമയമുണ്ട്. ഇതിനെ കണ്ടെത്തി കൃത്യമായി ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് നടത്തുന്ന ഒരു സ്ട്രാറ്റജി നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കണം എന്നതാണ് ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റ് 2-3-4 പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും തിയറീസ് പറയുമ്പോൾ, ഫൈനാൻസ് ആവട്ടെ മാനേജ്മെൻ്റ് ആവട്ടെ, പല പ്രിൻസിപ്പിൾസ് നമ്മൾ പറയുമ്പോൾ ഓരോ അക്ഷരങ്ങളെ കേന്ദ്രീകരിച്ചാണ് പറയാറുള്ളത്. സോ ഇവിടെ ഒരു 4 P's നമുക്ക് സംസാരിക്കാനുണ്ട്. The first P is principle, and the second one is no, it's not P's, principles. Okay, so it is the first one is invest regularly. മറ്റൊന്ന് you get started first. Second, you invest regularly. 3, invest enough. 4, have a plan. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. പക്ഷെ ഞാൻ പറയുന്നത് ഇത് നേരെ തിരിച്ച്. ഫസ്റ്റ് യു ഹാവ് എ പ്ലാൻ. ദിസ് ഇസ് ദ ഫസ്റ്റ് P. രണ്ടാമത്തത് യു ഗെറ്റ് സ്റ്റാർട്ടഡ്. ദെൻ മൂന്നാമത് പറയുന്നത് ഇൻവെസ്റ്റ് റെഗുലർലി. നാലാമത് പറയുന്നത് ഇൻവെസ്റ്റ് ഇനഫ്. സോ ഇത് നിങ്ങൾ ഒന്ന് ആകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചത് ഓർഗനൈസ്ഡ് അല്ല, പക്ഷെ പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ അതിൻ്റെ വ്യത്യാസം ശ്രദ്ധിക്കുന്നത്. സോ ഫസ്റ്റ് യു ഹാവ് ടു ഹാവ് എ പ്ലാൻ. സെക്കൻഡ്, നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായാൽ മാത്രം പോരാ, യു ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ്. സോ യു ഗെറ്റ് സ്റ്റാർട്ടഡ്. സെക്കൻഡ്, നിങ്ങൾ തുടങ്ങിയെന്ന് മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നിങ്ങൾ മാറി നിൽക്കരുത്. യു ഹാവ് ടു കീപ്പ് ഓൺ ഇൻവെസ്റ്റ് റെഗുലർലി. ഇവിടെ ഒരു ചോദ്യമുള്ളത്, നിങ്ങൾ ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതോ മറ്റു പല ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നതെല്ലാം തീരുമാനിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് ഇൻവെസ്റ്റ് ടു മച്ച് ഇൻ വൺ കമ്പനി വൺ സെക്ടർ. പലപ്പോഴും നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറയുന്നത് അത് മാറി മറിഞ്ഞു വരികയും പലപ്പോഴും പല മേഖലകൾക്കും പല സമയങ്ങളിൽ പല അവസരം നൽകുന്നുണ്ട്. സോ യു ഹാവ് ടു ഗെറ്റ് ഇൻ ആൻഡ് യു ഹാവ് ടു ഗെറ്റ് ഔട്ട്. ഇതാണ് ഒരു പ്രിൻസിപ്പിൾ. പിന്നെ മറ്റൊന്ന് പറയുന്നത്, സ്റ്റോക്കിലാവണമെങ്കിലും ഏതിലാണെങ്കിലും നിങ്ങൾ നിക്ഷേപം നടത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ യു ക്യാൻ ഡു ദ ഇൻവെസ്റ്റ്മെൻറ്റ്. യു ഡോണ്ട് നീഡ് ടു ഹാവ് മച്ച് ഡിസ്കഷൻസ്, ബട്ട് യു ഹാവ് ടു ബി മച്ച് ക്വാളിഫൈഡ് ഇൻ ടേക്കിംഗ് ദ ഡിസിഷൻസ് ആൻഡ് സെലക്ടിങ് ദ സ്റ്റോക്സ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടിനെ സമീപിച്ചുകൊണ്ട് എനിക്ക് ഇന്ന ഷെയർ വാങ്ങാൻ താല്പര്യമുണ്ട്, ഇത് ഞാൻ വാങ്ങട്ടെ അതോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച ശേഷം യു ടേക്ക് എ സെക്കൻഡ് ഒപ്പീനിയൻ. ബിക്കോസ് മേ ബി ദാറ്റ് സെക്കൻഡ് ഒപ്പീനിയൻ വിൽ ഹെൽപ്പ് യു അ ലോട്ട്. പലപ്പോഴും നമ്മൾ ഒരു ആഴം അറിയാത്ത ഒരു നദിയിലേക്കോ സമുദ്രത്തിലേക്കോ ഇറങ്ങുമ്പോൾ അവിടെ ആഴം ഉണ്ട് എന്നും അപകടം ഉണ്ട് എന്നതും ഒരു റിയാലിറ്റിയാണ്. ബട്ട് യു ഡോണ്ട് നോ ദ റിയാലിറ്റി. സോ ബിഫോർ യു എൻ്റർ into a problem, someone can identify the depth of the sea and they can guide you not to go too much to the deep side. ഇതുകൊണ്ടാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങൾ എടുക്കണമെന്നും സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കണമെന്നും, അതുപോലെ തന്നെ ആ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് ഒരു ക്വാളിഫൈഡ് എക്സ്പെർട്ടാണ് എങ്കിൽ he can give you the right and the best option, when to invest, how to invest and how much to invest. Okay, so എനിക്ക് ചോദ്യം ചോദിച്ച ആള്, I think he invested something like 70,000. Actually when he said that 70,000, I was not actually happy because I think he invested little more. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് മേ ബി ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് എമൗണ്ട്.
നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിറ്റ ശേഷം അല്ലെങ്കിൽ നിങ്ങൾ നേടിയ ശേഷം അങ്ങനെ വന്നൊരു ക്യാഷ് ആവാം. അതല്ല എങ്കിൽ യു മൈറ്റ് ഹാവ് റിസീവ് സം ഗോൾഡ് ഓർ യു സോൾഡ് സം ഗോൾഡ്, അങ്ങനെ വന്ന ക്യാഷ് ആവാം. അതല്ല എങ്കിൽ ഒരു പക്ഷേ പലപ്പോഴും ആളുകൾ റിട്ടയർമെൻറ്റ് ടൈമിൽ അവർക്ക് കിട്ടുന്ന ഒരു ലംസം എമൗണ്ട് ഉണ്ട് ഗവൺമെൻറ്റിൽ നിന്നും. പല സ്കീമിലും ഇൻവെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് ലഭിക്കുന്ന ക്യാപിറ്റൽ, ഇത് പലപ്പോഴും ഒരു 30 ലക്ഷമോ 20 ലക്ഷമോ പലപ്പോഴും ഒരു ക്വൈറ്റ് ഗുഡ് എമൗണ്ട് ആയിരിക്കാം. ഈ എമൗണ്ട് കയ്യിൽ വരുന്ന സമയത്ത് ഞാൻ ഈ പറയപ്പെടുന്ന ആളുകൾ ഫിനാൻഷ്യലി അത്ര ലിറ്ററേറ്റ് അല്ലാത്ത ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അവർ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഫസ്റ്റ് 1 year 6 months അൻറ്റിൽ 6 months ഓർ അനദർ 1 year. പലപ്പോഴും ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ആളുകൾ ആ റിട്ടയർമെൻറ്റ് ക്യാപിറ്റൽ അവർക്ക് കയ്യിൽ വരുന്ന സമയത്ത് അവർക്ക് റിച്ച്നെസ് ഫീൽ ചെയ്യും, അവർ വളരെ പ്രൗഡായിട്ട് ഫീൽ ചെയ്യും, ഇത്ര ക്യാഷ് റിച്ചാണ് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷേ പല ഇൻവെസ്റ്റ്മെൻറ്റ് അവസരങ്ങൾ വരുമ്പോൾ അതിനെ ഒന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്തുകൊണ്ട് എവിടെ എത്ര എങ്ങനെ എന്ന് നിക്ഷേപം നടത്തി ചിന്തിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആവില്ല പലപ്പോഴും. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും സന്തോഷം കൂടി നിൽക്കുന്ന സമയത്തും അതുപോലെ വളരെ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന സമയത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഡോണ്ട് ടേക്ക് എനി ഡിസിഷൻ. മേജർ ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയമാണ് വെൻ യു ആർ നല്ല സന്തോഷത്തിലുള്ള സമയത്തും അതുപോലെ വളരെ ദുഃഖത്തിലാവുന്ന സമയത്തും. നമ്മൾ പ്രത്യേകിച്ചും ലോ ബാക്ക്ഗ്രൗണ്ടിൽ ആളുകൾ പറയുന്നതാണ് നിങ്ങൾ സിഗ്നേച്ചർ കൊടുക്കാൻ പാടില്ല, മറ്റുള്ള ഡോക്യുമെൻറ്റ്സിലും നിങ്ങൾ ഒപ്പിടാൻ പാടില്ല, അതുപോലെ വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല, അതുപോലെ തന്നെ വലിയ വലിയ തീരുമാനങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത് എന്ന്. യു ഹാവ് ടു ടെൽ ഹിം ഐ വിൽ ടേക്ക് എ ഡിസിഷൻ ആഫ്റ്റർ സം ടൈം. ഇതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തത്, ഇത്തരം ഡിസിഷൻസ് എല്ലാം എടുക്കണമെങ്കിൽ സ്വയം ചാടി തീരുമാനമെടുക്കാതെ യു ട്രൈ ടു അപ്രോച്ച് സംവൺ ഹു ഹാസ് വെരി ഗുഡ് നോളേജ് ഇൻ മ്യൂച്വൽ ഫണ്ട് ആൻഡ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. പലപ്പോഴും ചില ആളുകൾക്ക് യു ഹാവ് ടു പേ ദ കോസ്റ്റ്. അവരെ സമയത്തിനൊരു വില ഉണ്ട്. ആ സമയത്ത് നിങ്ങളതിന് സമയം ചോദിച്ച ശേഷം ഇഫ് ദർ ഈസ് എനി ഫീ ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് യു ഹാവ് ടു പേ ഫോർ ദാറ്റ് ഫീ. കാരണം ആളുകൾ ഫീ ചാർജ് ചെയ്യും. ഒരു പക്ഷേ അവർ കുറച്ചുകൂടിയൊക്കെ ഫ്രണ്ട്ലി ആണ് എങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഫ്രീ ആയിട്ട് സർവീസ് തരുന്ന ആളുകളുണ്ടാവാം. അത്തരം ആളുകളെ സമീപിച്ചുകൊണ്ട് യു ക്യാൻ ടേക്ക് ദ ബെനിഫിറ്റ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ യു ടേക്ക് എ സെക്കൻഡ് ഒപ്പീനിയൻ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു മേജർ കാര്യം കൂടി, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ഒരു വലിയ ശതമാനം ആളുകൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ് ടോട്ടൽ എന്ന് അവർക്ക് അറിയില്ല, എവിടെ എപ്പോൾ നിക്ഷേപം നടത്തണമെന്ന് അവർക്ക് അറിയില്ല. ഇനി അഥവാ നിക്ഷേപം നടത്തിയാൽ തന്നെ ഏത് ടൈമിൽ നമുക്കതിൽ നിന്നും പിന്മാറണമെന്നും അവർക്ക് അറിയുന്നില്ല. ഇത് സാധാരണ ആളുകൾക്ക് മാത്രമല്ല, ഈവൻ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സിന് പോലും പലപ്പോഴും പറ്റുന്ന അബദ്ധങ്ങളാണ് ഞാനീ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് പറയാറുണ്ട്, റെക്കമെൻഡ് ചെയ്യാറുണ്ട്, നമ്മൾ വാങ്ങുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ പല ഫണ്ടും നമ്മൾ ക്യാഷ് റിലീസ് ചെയ്ത ശേഷം ആ ഫണ്ടുകൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുകയോ അതല്ല എങ്കിൽ അതിൽ നിന്നും കാര്യമായ ലാഭം എടുത്ത് ഒരു പ്രോഫിറ്റ് കാണിക്കാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പല ഫണ്ടുകളും NFO ലോഞ്ച് ചെയ്യുന്നത് റോങ് ടൈമിലാണ്. റോങ് ടൈമിൽ എന്ന് പറയുന്നത് മാർക്കറ്റ് ഏറ്റവും കൂടിയ സമയത്ത് നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഹൈ പെർഫോമൻസ് വരിക എന്നത് ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. കാരണം ആ മ്യൂച്വൽ ഫണ്ടിന് ഇനിയും നിങ്ങൾക്ക് പ്രോഫിറ്റ് നൽകണമെങ്കിൽ മാർക്കറ്റ് ഹാസ് ടു മൂവ് അനദർ 25%. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് റിസ്ക് റേഷ്യോ ഹെഡ്ജ് ചെയ്തുകൊണ്ട് റിസ്കിനെ മാനേജ് ചെയ്തുകൊണ്ട് കഴിയുന്നതും റിസ്ക് കുറച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു നിക്ഷേപ രീതിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടിയ മാർക്കറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സാധ്യത വളരെ കമ്മിയാണ്. ഇറ്റ്സ് ലൈക്ക് എ പൊള്യൂട്ടഡ് സിറ്റുവേഷൻ. അവിടെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ വെൻ ദ മാർക്കറ്റ് ഈസ് റിവേഴ്സിങ് ബാക്ക് വാട്ട് വിൽ ഹാപ്പൻ, നിങ്ങളെ നിക്ഷേപം നെഗറ്റീവായി കാണിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഡേഞ്ചർ വശം എന്ന് പറയുന്നത്.
സോ മാർക്കറ്റ് ഏറ്റവും ലോവർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ യു ഡു ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തേത്, നിങ്ങൾ ഒരു 10 മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്തു. ആ 10 മ്യൂച്വൽ ഫണ്ടിലും ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളൊരു അനാലിസിസ് ചെയ്യണം. എല്ലാ വർഷവും ചെയ്യണം. പക്ഷേ ഞാൻ ഒരു പ്രത്യേക ക്വാണ്ടിറ്റി പറഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ലെറ്റ് മീ ഹാവ് സം വാട്ടർ. ഞാൻ പറയുന്നത്, നിങ്ങൾ 10 ഫണ്ടിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ആ 10 ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ്, ദ ഡേ യു പർച്ചേസ്ഡ്, the amount you invested, the number of units you received, the name of the fund, അതുപോലെ ഫണ്ട് ഹൗസ്, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകിൽ ഒരു ബുക്കിൽ എഴുതി വെക്കണം. ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് എക്സൽ ഷീറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ, ഡേറ്റ്, എമൗണ്ട്, ഫണ്ട് ഹൗസ്, ഫണ്ട് ടൈറ്റിൽ, നമ്പർ ഓഫ് യൂണിറ്റ്സ് യു ഹാവ്, എല്ലാം നമ്മൾ എഴുതി വെച്ച ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഏജിങ് നോക്കുക. അത് നിങ്ങൾ സീക്വൻസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഏജിങ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ എക്സൽ ഷീറ്റിലാണ് എങ്കിൽ യു ക്യാൻ സീ ദ ഡീറ്റെയിൽസ് ഇൻ എ ഈസി വേ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻവെസ്റ്റഡ് എമൗണ്ട്, NAV ഗ്രോത്ത്, അത് നിങ്ങൾ നോക്കുക. NAV നോക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വെച്ചാൽ നിങ്ങൾക്കൊരു 30-40% എല്ലാം നിങ്ങൾക്ക് ഗ്രോത്ത് വന്നിട്ടുണ്ട് എങ്കിൽ ദാറ്റ് മ്യൂച്വൽ ഫണ്ട് ഈസ് ഗുഡ്. അതേ അവസരത്തിൽ അതിൽ ഏതെങ്കിലും 1-2 ഫണ്ട് മേ ബി ഇറ്റ് ഈസ് നോട്ട് മൂവിങ് മോർ ദാൻ 15%, അങ്ങനെയാണ് എങ്കിൽ ആഫ്റ്റർ 1 year ടൈം യു ഹാവ് ടു എക്സിറ്റ് ഫ്രം ദാറ്റ് ഫണ്ട്. പക്ഷേ 15% എന്ന് പറയുന്നത് ഇക്വിറ്റി ലിങ്ക്ഡ് ആയിരിക്കണം. ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു ഫണ്ട് ഒരു വർഷം കൊണ്ട് ഒരു 15% നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുന്നത് എങ്കിൽ സത്യത്തിൽ നിങ്ങൾക്ക് 15% പ്രോഫിറ്റ് അവിടെ ലഭിക്കുന്നില്ല. കാരണം ഡിപ്രിസിയേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഡിപ്രിസിയേഷൻ കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ദാറ്റ് വിൽ ബിക്കം നെഗറ്റീവ്. അതുകൊണ്ട് ലോവസ്റ്റ് റിട്ടേൺ തരുന്ന ഫണ്ടിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ഹയസ്റ്റ് റിട്ടേൺ തരുന്ന ഫണ്ടുകൾ നിങ്ങൾ നിലനിർത്തുക. ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് വേണ്ടത്. പല ആളുകളും ചെയ്യാറുണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്, ഹയസ്റ്റ് റിട്ടേൺ തരുന്ന ഫണ്ടുകളെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കാരണം അത് വർഷം കൂടി വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിവക്ഷ എന്ന് പറയുന്നത്. പക്ഷെ പെർഫോം ചെയ്യാത്ത ഫണ്ടുകളാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഓൾറെഡി ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ലോസ്. സോ യു കനോട്ട് വെയിറ്റ് ടു മച്ച് ടൈം ഫോർ വെയിറ്റിംഗ് ഫോർ ദ ലോവസ്റ്റ് ഫണ്ട്. So if the fund is not performing very well and if it is not giving you right return in a period of 1 year, so what you have to do, you have to get down from that vehicle and again you keep on investing something in a new fund. Basically any fund which is offering you more than 30%, you keep invested. Sometime when the market is going high, the fund rate also will be going high. When the market is reversing back, then the fund can damage for some time. The fund value will damage for some time, but again it will regain the market back. This is the scenario, the cycle of highly performing funds. But the same fund, if 15% എന്ന് പറയുന്നത്, if it is invested somewhere like മറ്റേതെങ്കിലും ഹെഡ്ജ് ഫണ്ടോ അതല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ടൊക്കെ ആണെങ്കിൽ you will not get a big amount. So you have to maintain that fund as it is. ഞാൻ പറയുന്നത് 15% എല്ലാം വരുന്നത് ഇക്വിറ്റി ലിങ്ക്ഡ് ഫണ്ടുകളാണ് എങ്കിൽ ഫ്രം ദാറ്റ് ഫണ്ട് യു ഹാവ് ടു എക്സിറ്റ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് പറ്റാവുന്ന ഒരു മെത്തേഡാണ് വെൻ യു ഹാവ് അറൌണ്ട് 50% പ്രോഫിറ്റ്, എക്സിറ്റ് ഫ്രം ദ മ്യൂച്വൽ ഫണ്ട്. അതൊരു ഓപ്ഷൻ മാത്രമാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരുന്നൊരു ഫണ്ടിൽ നിന്നാണ് നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നത്. തളരുന്ന ഫണ്ടിൽ നിന്നാണ് ഞാൻ പറയുന്ന സ്ട്രാറ്റജി ആദ്യം പറഞ്ഞത്. വളരുന്ന ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ഗ്രോത്തിൽ നിന്നും നിങ്ങൾ എക്സിറ്റ് ആവുന്നു എന്നാണ് അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്. സോ ഇഫ് ദ ഫണ്ട് ഈസ് റിയലി ഗ്രോയിങ് വെരി വെൽ, യു ഗെറ്റ് ഇൻവെസ്റ്റഡ്, കീപ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ഇറ്റ് ഈസ് ആൻഡ് സീ വിച്ച് ഫണ്ട്സ് ആർ നോട്ട് പെർഫോമിങ് വെരി വെൽ ആൻഡ് ഫ്രം ദാറ്റ് ഫണ്ട് യു ഹാവ് ടു എക്സിറ്റ്. ദിസ് ഇസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി വെൻ യു ഇൻവെസ്റ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്.
When it comes to stock market operation is entirely different. It is actually time bound. Let's say you have one good stock and you have to see what are the highest range of the price movement where that company had within last 5 years time. അങ്ങനെ ഒരു ബെഞ്ച് മാർക്കിൽ നിങ്ങൾക്ക് ഒരു 75% അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ എത്തിയെങ്കിൽ യു ക്യാൻ സെറ്റ് എ ഗോൾ ടു എക്സിറ്റ്. ഇത് സ്ട്രാറ്റജീസോ ഫണ്ടമെൻ്റൽസോ മാർക്കറ്റ് അനാലിസിസോ മാർക്കറ്റ് ഡയറക്ഷനോ അതുപോലെ ഇത്തരം കാര്യങ്ങൾ ഒന്നും അറിയാത്ത ആളുകൾക്ക് എടുക്കാവുന്ന ചില സ്കെയിലിംഗ് സ്റ്റെപ്പുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്. പല ആളുകൾക്കും എങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് അറിയില്ല. സോ ഐ ആം ഗിവിങ് യു സം കൈൻഡ് ഓഫ് ഐഡിയ ഹൗ യു ക്യാൻ സെറ്റ് യുവർ financial goals and how you can make your own decisions. But end of the day, I prefer you consult with a financial consultant who has very good knowledge about stocks and mutual fund. പലപ്പോഴും നമ്മൾ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ എല്ലാം പറഞ്ഞ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആളുകളും നമുക്ക് അതിൻ്റെ പ്രോഗ്രസ് എല്ലാം കാണിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ actually I don't have much time to attend your calls, but if someone wants to talk to me, you can send messages by WhatsApp and I will register your name. Then I will give you time to speak and we'll have discussion about investment, and I will see how your funds and mutual funds and the stocks are performing. എനിക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ I will ask you what time you invested, how much you invested. ഇതെല്ലാം ഞാൻ ചോദിക്കുമ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ. കാരണം എൻ്റെ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ വാല്യൂ. സോ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ക്ലിയർ കട്ട് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. എത്ര ഇൻവെസ്റ്റ് ചെയ്തു, എവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ഏത് സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തു. കാരണം ഈ സമയത്തെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. യു ഗോട്ട് ഇറ്റ്? സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ്. സോ what I discussed today with you, first you need to have a investment plan, then you have to start it, then you keep on investing either in the same good companies or mutual funds or different options. പിന്നെ SIP കുറിച്ചാണ് പല ആളുകൾക്കും ഡൗട്ടുള്ളത്. SIP എന്താണ് എന്നും SIP എങ്ങനെയാണ് എന്നും. SIP എന്ന് പറയുന്നത് it's a theory only, systematic investment plan. But again, what kind of system you are following, how regularly you are investing, and in which direction you are investing, where your money is getting invested. These are the questions. ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദാറ്റ് കമ്പനി ഓർ മ്യൂച്വൽ ഫണ്ട് സിൻസ് ലോങ് ടൈം, ബട്ട് ആർ യു മേക്കിംഗ് ഗുഡ് പ്രോഫിറ്റ് ഇൻ ദാറ്റ് ബിസിനസ്? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ ഞാൻ ബേസിക്കലി SIP ഈസ് എ വെരി ഗുഡ് ഐഡിയ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് SIP കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ SIP ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറയുന്നത്. യു ഇൻവെസ്റ്റ് a lump sum amount in one mutual fund and stay away. Let's say 5,000, 20,000, 25,000, something like that, and you keep away, and remaining amount you invest in any other mutual fund. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോസ്റ്റ് അനാലിസിസും മിനിമൈസിങ് സ്ട്രക്ചറും വരുന്നത്. ഡോണ്ട് ഇൻവെസ്റ്റ് ടു മച്ച് ഇൻ വൺ മ്യൂച്വൽ ഫണ്ട് ഓർ ഇൻ വൺ കമ്പനി unless you are sure about that company and mutual fund will perform very high. അതേ അവസരത്തിൽ SIP നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നിങ്ങൾക്ക് SIP ചെയ്യണമെങ്കിൽ you have to choose only one fund, balanced advantage fund. HDFC is having balanced advantage fund. ICICI Bank is having, I think UT also they have, and I also invested in that company for some time. So ബാലൻസ്ഡ് അഡ്വാൻസ്ഡ് ഫണ്ടാണ് എങ്കിൽ ആ ഫണ്ടിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് they don't have a clear direction
for how long they will invest in one sector. So they keep on changing and they are making good profit in that. Especially HDFC എന്ന് പറയുന്നത് ഹൈലി റിവാർഡിങ് മ്യൂച്വൽ ഫണ്ടാണ്. HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറയുന്നത്. I remember during the time of COVID, I made an analysis and I told in a video that you invest now in this company because the rate had it came back to I think it a very lower rate. ആ സമയത്ത് വാങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ അത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ NAV കിട്ടും. അതിന് മന്ത്ലി ഡിവിഡൻഡ് ഉള്ളത് കൊണ്ട് തന്നെ the more the units you have, the more the dividends you will get. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബേസിക് റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പ്രത്യേകിച്ചും NFO ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ യു വിൽ ബി ഹാവിങ് ദ മാക്സിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ യുവർ ഹാൻഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിവിഡൻഡ് ആണെങ്കിൽ മന്ത്ലി ഡിവിഡൻഡ് ആണെങ്കിലും യു വിൽ ബി ഗെറ്റിംഗ് ഹയസ്റ്റ് ഡിവിഡൻഡ്. അതിൽ റെഗുലർലി ഗ്രോത്ത് ഓപ്ഷനിലാണ് എങ്കിൽ whatever dividend you are getting every month, they will reinvest in that company again, and month on month, year on year, you will be having multiple chances to improve the performance of that fund. So SIP ചെയ്യുകയാണെങ്കിൽ the best option is you follow balanced fund. മറ്റുള്ള എല്ലാ ഫണ്ടുകളും ഒരു സമയം കഴിഞ്ഞാൽ when you have the profit, you have to exit. When if the mutual funds are not performing very well, and if the fund is really performing very good and is going beyond the market statistics, you keep that mutual fund for forever. So maybe after 15 years, 25 years, whatever you want, maybe for a purpose, വീട് നിർമ്മാണോ കുട്ടികളുടെ എഡ്യൂക്കേഷനോ something will come later, so that time you cash it back. ഇതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. സോ മൈ ഫ്രണ്ട്, ഐ തിങ്ക് ഐ കവേർഡ് മോസ്റ്റ് ഓഫ് ദ മേജർ പാർട്ട് അബൌട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം നിങ്ങൾ എനിക്ക് വിളിക്കുന്നത് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സോ ഈ വീഡിയോ പോലുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ആൻസേഴ്സ് വെൽ ഇനഫ്, വി ക്യാൻ സേവ് ടൈം ടു കോൾ ഈച്ച് അതർ. സോ എനിത്തിങ് യു ഹാവ്, ജസ്റ്റ് മാർക്ക് ഇറ്റ് in the opinion session and I will read it and I will reply you there, and if it is necessary I will make a video for all the one here. Thank you.